കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ബാർ സബ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള PSC ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2024 നവംബർ 30 ഗസറ്റഡ് നോട്ടിഫിക്കേഷനാണ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് 2025 ജനുവരി 1/1/2025 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ലോവർ ഗ്രേഡ് വർക്ക് ചെയ്യുന്നവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ സിവിൽ എഞ്ചിനീയറിംഗോ ഡിപ്ലോമ പാസ്സായവരും ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 15 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് വേക്കൻസി ചെറിയ വേരിയേഷനൊക്കെ വരാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 36,500 മുതൽ 89,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് 2/1/1974 1/1/2006 ഇടയിൽ ജനിച്ചവർക്കൊക്കെ ഇതിനേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 423/2024 എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. 3 വർഷത്തെ അംഗീകൃത ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ സിവിൽ എഞ്ചിനീയറിംഗിലോ പാസ്സായവരായിരിക്കണം. അതോടൊപ്പം 3 വർഷം ഏതെങ്കിലും ലാസ്റ്റ് ഗ്രേഡ് ലോവർ ഗ്രേഡിൽ കേരള വാട്ടർ അതോറിറ്റി ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല, ഇൻ സർവീസ് റിക്രൂട്ട്മെന്റ് ആണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ കേരള PSCക്ക് ആദ്യമായിട്ടാണ് അപേക്ഷയിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് ബേസിക്കായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിലെ യൂസർ IDയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കേരള PSCക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങൾ ഈ ആദ്യമായിട്ട് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും നിർബന്ധമായിട്ടും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തവണ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള PSCക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെല്ലുക. അവിടെ അതിലെ മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അത് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. അതേപോലെ നിങ്ങൾ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ OMR ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതാൻ റെഡി ചെയ്യാനൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസരം നിങ്ങൾക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ആ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തോ ഒക്കെ അതൊക്കെ ഒരു ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 1/1/2025 ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല. ജനറൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷേ കേരള വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിമം 3 വർഷമെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്ലോമ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവരുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള അങ്ങനെയുള്ളവർ ഇതിലേക്ക് തീർച്ചയായും ഈ അവസരം പരമാവധി മുൻനിർത്തി അപേക്ഷിക്കുക. 1/1/2025 അവസാന തീയതി. നിങ്ങളുടെ ഇതേ ക്വാളിഫിക്കേഷനുള്ള എലിജിബിൾ ആയിട്ടുള്ളവരെ കൂടെ അവരെ കൂടെ ഇൻഫോം ചെയ്യുക. അവർക്കും അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.